അൻവറിന്റെ അറസ്റ്റാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതൊരു ന്യായമായ ഒരു അറസ്റ്റായിരുന്നു നടപടിക്രമം ആയിരുന്നില്ല. കാരണം ഒരു പൊതു ജനകീയ പ്രശ്നത്തിൻ്റെ പേരിലാണ് PV അൻവർ ഇന്നലെ പോയി ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമരമാർഗത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇതുപോലുള്ളൊരു വലിയൊരു ജനകീയ പ്രശ്നത്തിന് അദ്ദേഹത്തിന് ഇന്നലെ ഒരു അവധി ദിവസമാണ്, അദ്ദേഹത്തിന് ഒരു പ്രവൃത്തി ദിവസം തിരഞ്ഞെടുക്കാം, അവിടെയോ എവിടെയും പ്രതിഷേധിക്കാം, എന്ത് തരത്തിലുള്ള സമരവും നടത്താം. പക്ഷേ അങ്ങനെ ഒരു സമരം നടത്തിയ ഒരു MLA, അത് ഒരു MLA അർദ്ധരാത്രി ഭീകരവാദികളെ പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പിണറായിയുടെ പോലീസ് എല്ലാ കാര്യത്തിലും അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഞങ്ങളോട് കാണിക്കുന്ന അതേ ക്രൂരത പ്രതിപക്ഷത്തിലെ നേതാക്കന്മാരോട്, പ്രവർത്തകരോട് പോലീസ് കാണിക്കുന്ന രാഷ്ട്രീയ പ്രതികാര നടപടിയാണ് ഇക്കാര്യത്തിൽ PV അൻവർ MLA കാണിച്ചത്. PV അൻവറോട് അവർക്ക് രാഷ്ട്രീയമായ ശത്രുതയോ പ്രതികാരം ഉണ്ടാവാം. പക്ഷേ ഒരു ജനപ്രതിനിധിയെ അർദ്ധരാത്രി വീട് വളഞ്ഞ് ഭീകരവാദികളെ പോലെ അറസ്റ്റ് ചെയ്ത നടപടി തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. അതെ 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 അതുതന്നെ. പൊതുമുതൽ നശിപ്പിച്ച V. ശിവൻകുട്ടി മന്ത്രിയാണല്ലോ. അദ്ദേഹത്തോട് പോലീസ് ഈ സമീപനം എടുക്കില്ലല്ലോ. അവരുടെ എത്രയോ പൊതുമുതൽ നശിപ്പിച്ച DYFI പ്രവർത്തകരെ എത്ര സ്ഥാനോലിച്ചാണ് പോലീസ് അവരെ വിളിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുന്നത്. ഇത് പോലീസിൻ്റെ ഈ പിണറായിയുടെ പോലീസ് നയത്തിൻ്റെ ഭാഗമാണ്. പിണറായിയുടെ പോലീസ് നയം എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളെ ജനകീയ സമരങ്ങളെ, നേതാക്കളെ, കൊടും ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു തുടർച്ചയാണ്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു സമൻസിൻ്റെ പേരിൽ അർദ്ധരാത്രി വീട്ടു വളപ്പിൽ അതിക്രമിച്ച് കയറി ഉറങ്ങിക്കിടന്ന ആളെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ. PV അൻവർ ചെയ്തത് ശരിയോ തെറ്റോ അതിനെയൊന്നും ന്യായീകരിക്കേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. പക്ഷേ PV അൻവറിനോട് ജനപ്രതിനിധി എന്ന നിലയിൽ പോലീസ് കാണിച്ചത് അങ്ങേയറ്റത്തെ പിണറായി സർക്കാരിൻ്റെ ഒരു അങ്ങേയറ്റത്തെ മൃഗീയമായ ഒരു സമീപനമാണ്. അതിനുള്ള പ്രതിഷേധം ഞാൻ പറയും. അതെ, അത് ഞങ്ങളെല്ലാവരും AICCയുടെ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. KPC പ്രസിഡൻറ്റുമായി, പ്രതിപക്ഷ നേതാവുമായും പ്രസിഡൻറ്റുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ KPCCയുടെ പുനഃസംഘടന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏതാണ്ട് വാസ്തവത്തിൽ അതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഉടൻ തന്നെ ആ ആലോചനകൾ നടത്തി എന്ത് വേണം എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇപ്പോൾ ദീപാദാസ് മുൻഷിയെ ഞാൻ മനസ്സിലാക്കുന്ന AICC ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ AICC നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുമായി ആലോചിച്ച് ചർച്ച ചെയ്ത് KPCC പുനഃസംഘടനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനും അതോടൊപ്പം ഈ DCC തൃശ്ശൂർ DCC ഉൾപ്പെടെയുള്ള DCCകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനും അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 12-ാം തീയതി രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ദീപാദാസ് മുൻഷി അതിൽ പങ്കെടുക്കുന്നുവെന്നാണ്. തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് താമസിയാതെ തന്നെ തീരുമാനമെടുക്കും. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തര പ്രാധാന്യമുള്ളതാണ്. മുരളീധരൻ്റെ അഭിപ്രായം നിങ്ങൾ എന്നോട് ചോദിച്ചത് UDF കൺവീനർ എന്നുള്ളതല്ലേ. എൻ്റെ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ ദിവസം NSS സ്ഥാനത്ത് പോയിട്ട് രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്കാണ് ഉയർന്നു വരുന്നത്. ഞാൻ അതിനെക്കുറിച്ചല്ല ഇന്നലെ കോഴിക്കോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഞാനൊന്നും പ്രതികരിക്കാനില്ല.